Hello everyone, welcome back to Aptix Academy. So in this video we are going to discuss the subject gender, school and society. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ് ആണ്. ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളും അതുപോലെ തന്നെ ഈ ജെൻഡറിനെ പറ്റിയുള്ള മെയിൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിലാണ്. ആൻഡ് അത് അത്യാവശ്യം ലെങ്തിയർ ആണ്. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ് എന്ന സെക്കൻഡ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 8ഓളം കോണ്ടന്റുകളാണ്. അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജെൻഡർ ഐഡന്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഇൻ ഫാമിലി, സ്കൂൾ ആൻഡ് ഓർഗനൈസേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ പറയുന്നത് ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്നുള്ളതാണ്. ജെൻഡർ ഐഡന്റിറ്റി ഈസ് ദ പേഴ്സണൽ സെൻസ് ഓഫ് വൺസ് ഓൺ ജെൻഡർ. ഒരാളുടെ ജെൻഡറിനെ പറ്റിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആ ഒരു സെൻസിനെയാണ് നമ്മൾ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കോ റിലേറ്റഡ് വിത്ത് സെക്സ് അറ്റ് ബർത്ത് ഓർ ക്യാൻ ഡിഫർ ഫ്രം ഇറ്റ്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ വുമണോ അല്ലെങ്കിൽ മെന്നോ ഈ ഒരു കാര്യമാണല്ലോ സെക്സ് എന്ന് പറയുന്നത്. അതുമായിട്ട് ചില സമയത്ത് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. All societies have a set of gender categories that can serve as the basis of the formation of a person's social identity in relation to other members of society. അപ്പോൾ എല്ലാ സൊസൈറ്റിയിലും അതാത് ജെൻഡർ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതാണ് അവരുടെ സൊസൈറ്റിയിലുള്ള മെമ്പറുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാൾ ഏത് രീതിയിൽ അറിയപ്പെടണം എന്ന് അവർ തീരുമാനിക്കുന്നത്. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ പ്രൈവറ്റ് സെൻസ് ആണ്. അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എല്ലാവരും ഇതുപോലെ ആകണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. സോ ഒരാൾ മാൻ ആവണോ വുമൺ ആവണോ എന്നുള്ളത് ആളുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ജെൻഡർ ഐഡന്റിറ്റിയിൽ പറയാനുള്ളത്. ഇനി ഫോർമേഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റി, എങ്ങനെയാണ് ജെൻഡർ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് തിയറീസ് ഈ ജെൻഡർ ഐഡന്റിറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിൽ മിക്കവാറും പറയുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അതായത് when gender identity forms and studying the subject is difficult because children's lack of language requires researchers to make assumptions from indirect evidence. അതായത് കുട്ടികളുടെ അറിവില്ലായ്മയും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസിൽ നിന്നും അല്ലെങ്കിൽ അസംഷൻസ് ഒന്നും റിസർച്ചേഴ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജോൺ മണി എന്ന് പറഞ്ഞ ആള് അഥവാ ആളൊരു എന്താ പറയുന്നത് സെക്സോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഹി സജസ്റ്റഡ് ദാറ്റ് ചിൽഡ്രൻ മൈറ്റ് ഹാവ് അവയർനെസ് ഓഫ് ആൻഡ് അറ്റാച്ച് സം സിഗ്നിഫിക്കൻസ് ഓഫ് ജെൻഡർ ആസ് ഏർലി ആസ് 18 months to 2 years. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് 18 month മുതൽ 2 yearsനുള്ളിൽ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ജെൻഡർ ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജോൺ മണിയാണ്. ലോറൻസ് കോൾബർഗ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജെൻഡർ ഐഡന്റിറ്റി 3 വയസ്സ് വരെ ഫോം ആകില്ല. അതായത് 3 വയസ്സോ 3 വയസ്സിന് ശേഷമോ ആയിരിക്കും ജെൻഡർ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നത് എന്നാണ് ലോറൻസ് കോൾബർഗ് പറയുന്നത്. സോ 2 അഭിപ്രായങ്ങൾ കിട്ടിയല്ലോ. ജോൺ മണി പറയുന്നത് 18 months to 2 yearsനുള്ളിൽ ഫോം ചെയ്യുമെന്ന് ആണെങ്കിൽ ലോറൻസ് കോൾബർഗ് പറയുന്നത് അൺടിൽ ഏജ് 3 വരെ ഫോം ചെയ്യില്ല, അതിന് ശേഷമാണ് ഒരു ഫോമായിട്ടുള്ള രീതിയിൽ ഒരു ഫോർമേഷൻ വരുന്നത്. At this point, children can make firm statements about their gender and tend to choose the activities and toys which are considered appropriate for their gender. അപ്പൊ ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം അവർ ഏത് ജെൻഡറിലാണ് പെടുന്നത്, അതിനനുസരിച്ചുള്ള ടോയ്സും ഡ്രസ്സിംഗ് സ്റ്റൈൽസും ഒക്കെ അവർക്ക് ചൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഫോർ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഡോൾസ്, പെയിന്റിംഗ് ഒക്കെ ആയിരിക്കും. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ടൂൾസ്, റഫ് ഹൗസിംഗ് ഒക്കെ ആയിരിക്കും ആൺകുട്ടികൾ ചൂസ് ചെയ്യുന്നത്. 3 വയസ്സിന് ശേഷം കോർ ജെൻഡർ ഐഡന്റിറ്റീസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു കോർ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അതൊരു റീ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ ജെൻഡർ ഐഡന്റിറ്റി റിഫൈൻമെന്റ് extends into the 4th to 6th years of age and continues into the young adulthood. അപ്പോൾ ഈ ഒരു ഫോം ചെയ്യുന്നത് 6 yearsന്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 to 6 yearsന്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ട് അത് അഡൽട്ട്ഹുഡ് വരെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. മാർട്ടിൻ ആൻഡ് റോബിൾ
കോൺസെപ്ച്വലൈസസ് ദീസ് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ 3 സ്റ്റേജസ്. അപ്പൊ എങ്ങനെയാണ് 3 സ്റ്റേജുകൾ ആക്കിയിട്ടുള്ളത്? ഒന്നാമത്തേത് ടോഡ്ലേഴ്സ് അല്ലെങ്കിൽ പ്രീ സ്കൂളേഴ്സ് ആകുന്ന, സ്കൂളിൽ പോകുന്നതിന് മുൻപ് പ്രീ സ്കൂളേഴ്സ് ആവുന്ന സമയത്ത് കുട്ടികൾ കുറച്ച് ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയും കാര്യങ്ങളെയും ഒക്കെ കേൾക്കും. അവർക്ക് ഒരു ഐഡിയ ഉണ്ടാകും ജെൻഡറിനെ പറ്റിയിട്ടുള്ളത്. 5 മുതൽ 7 വയസ്സാകുന്ന സമയത്ത് അവർ ഒന്നും കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഐഡന്റിറ്റി മാറും. അതും കഴിഞ്ഞതിന് ശേഷം ഒരു പീക്ക് ഓഫ് റിജിഡിറ്റി വരും. അവർ ചൂസ് ചെയ്യും അവർ ഏത് ജെൻഡറിലാണ് പെടുന്നത് എന്ന്. എന്നിട്ട് അതായിരിക്കും പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി ദ സ്റ്റേജസ് ഓഫ് ജെൻഡർ ഐഡന്റിറ്റി ഫോർമേഷൻ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 4 സ്റ്റേജസ്. 4 സ്റ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് the concept of gender, learning gender role standards and stereotypes, identifying with parents and forming gender preference. അപ്പൊ ഇത് ആരുടെ അഭിപ്രായത്തിലാണ്? ബാർബറ ന്യൂമാന്റെ അഭിപ്രായത്തിലാണ് ഈ 4 സ്റ്റേജുകൾ വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോർമേഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റി ആണ്. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സിന് അനുസരിച്ചായിരിക്കും ജെൻഡർ മിക്കവാറും കണക്ട് ചെയ്ത് വരുന്നത്. കാരണം നമ്മുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സിന് വലിയ ഒരു പങ്കാണ് നമ്മുടെ ജെൻഡർ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളത്. ഫോർ ഇൻസ്റ്റൻസ്, ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ബോൺ വിത്ത് ഡിസ്റ്റിങ്ക്റ്റീവ് സെക്ഷൽ ഓർഗൻസ് ആൻഡ് ബിക്കം ഫർദർ ഡിഫറൻഷിയേറ്റഡ് വെൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എമേർജ് അപ്പോൺ പ്യൂബർട്ടി. അവരുടെ സെക്സ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ആ ഒരു ഓർഗൻ അനുസരിച്ചായിരിക്കും മിക്കവാറും ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ പിന്നീട് അവർ വളർന്നു വരുന്ന സമയത്ത് അവർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്യൂബർട്ടിയിലാണ് എമേർജ് ചെയ്യുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അവരുടെ ജെൻഡർ എന്താണെന്ന് അവർ ഫിക്സ് ചെയ്യുന്നത്. Naturally occurring chemical messenger compounds in the body known as hormones are responsible for coordinating an appearance of these physical differences. ഈ physical differences ഉണ്ടാക്കാനുള്ള മെയിൻ പങ്ക് വഹിക്കുന്നത് നമ്മുടെ chemical messenger compounds ആയിട്ടുള്ള നമ്മുടെ ഹോർമോണുകളാണ്. Some research suggests that same-sex hormones that enable sexual organ differentiation in uterus and which later trigger puberty also plays an important role in shaping gender identity. നമ്മുടെ ഈ ഒരു റിസർച്ചുകൾ സജസ്റ്റ് ചെയ്യുന്നത് സെയിം സെക്സ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെക്ഷൽ ഓർഗന്റെ ഡിഫറൻസിയേഷൻ എവിടെ നടക്കുന്നത്? യൂട്രസിൽ നടക്കുന്ന ഡിഫറൻസിയേഷൻ നടത്തുകയും പ്യൂബർട്ടിയിലേക്ക് വരുമ്പോൾ അത് ട്രിഗർ ചെയ്യുകയും നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഫോം ചെയ്യാനുള്ള ഒരു കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് മെയിൽ സെക്സ് ഹോർമോണിന് പറയുന്ന പേരാണ് എന്ത്? ആൻഡ്രജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബോയ്സിന് കൂടുതൽ ഉണ്ടാവുന്ന ഹോർമോൺസ് ആണ് ഏത്? ആൻഡ്രജൻസ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക്, ചില ബോയ്സിനും അല്ലെങ്കിൽ ഗേൾസിനും ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ബൈ ബർത്ത് തന്നെ. അതിനെയാണ് നമ്മൾ കോൺജനിറ്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ CAH എന്ന് പറയുന്നത്. ഈ CAH എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വിച്ച് കോസസ് them to have significantly higher levels of androgens than their non affected peers. അവരുടെ നോർമൽ ആയിട്ടുള്ള ആളുകളെയും കാട്ടിലും കൂടുതൽ ആൻഡ്രോജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ CH എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയാണ് CAH എന്ന് പറയുന്നത്. അപ്പൊ സയന്റിസ്റ്റുകൾ പഠിച്ച സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുള്ളത് എക്സ്ട്രാ ആൻഡ്രോജൻ ലെവൽസ് ഉണ്ടാവുന്ന ആളുകളിൽ ബിഹേവിയർ വ്യത്യാസമുണ്ട്. ബോയ്സിനാണ് ആൻഡ്രോജൻസ് കൂടുതലെങ്കിൽ അവർ നോർമൽ മെയിൽ പിയേഴ്സിനെ പോലെയുള്ള സ്വഭാവമായിരിക്കും കാണുന്നത്. പക്ഷേ ഗേൾസിനാണ് ആൻഡ്രോജൻ ലെവൽ കൂടുതൽ എങ്കിൽ അവർ ജെൻഡർ സ്റ്റീരിയോട്ടിപ്പിക് മെയിൽ ട്രേറ്റ്സുകളായിരിക്കും കാണിക്കുന്നത്. അവരുടെ സെയിം ഏജ് ഹോർമോണൽ പിയേഴ്സിനെക്കാട്ടിലും വ്യത്യാസമുള്ള രീതിയിൽ മെയിൽ ഹോർമോൺസ് ഉള്ള ആളുകളുടെ സ്വഭാവം എങ്ങനെയാണോ ആ ഒരു ട്രേറ്റ് ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ CAH ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്, പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിലും വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. മെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ജെനിറ്റാലിയ എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും ഈ സ്ത്രീകളുടെ ജെനിറ്റാലിയ ഉണ്ടാവുന്നത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ലുക്ക് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗേൾസിന് പെനിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി അവർ എന്താണ്? ഫീമെയിൽ ആണ് എന്നാണ് പറയുന്നത്. ഗേൾസ് ട്രൂ ജെൻഡർ ഈസ് ഡിറ്റർമൈൻഡ് ജെനറ്റിക്കലി റാദർ ദാൻ ഓട്ടോമാറ്റിക്കലി. പിന്നീട് പറയുന്നത് ഫീമെയിലിന്റെ ക്രോമസോംസ് ആണ് XX ക്രോമസോംസ്. അവർക്ക് 2 ക്രോമസോമും X ക്രോമസോംസ് ആയിരിക്കും. എന്നാൽ മെയിൽ ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് X and Y ക്രോമസോം എന്നാ പറയുന്നത്. X and Y ക്രോമസോം ആയിരിക്കും മെയിലിന് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു CH എന്നുള്ള കണ്ടീഷൻ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ എന്താണ് പറയുന്നത്? Studies have shown that children's upbringing in social environments also impact their developing gender identities.
This can be summarized by stating that children's interest, preference, behaviors, and overall self-concept and strongly influenced by parental and authority figure teachings regarding sexual stereotypes occurring in ഓർ ബിഫോർ ദ ഏർലി പോർഷൻ ഓഫ് മിഡിൽ ചൈൽഡ്ഹുഡ്. അപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുട്ടികളെ വളർത്തിയെടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്തുനിന്നോ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നോ ഒക്കെ കിട്ടുന്ന ഗൈഡൻസും അവരെങ്ങനെയാണോ അപ്ബ്രിങ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെ സ്വഭാവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പറയുന്നത് ഫാമിലീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഫാമിലീനെ പറ്റിയിട്ടാണ് പറയുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയാണ്, ചൈനയിൽ എങ്ങനെയാണ്, ജപ്പാനിൽ എങ്ങനെയാണ് ഫാമിലിനെ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്ത്യ, ചൈന, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ കൾച്ചറൽ റിലീജിയസ് യൂണിറ്റ് ആയിട്ടാണ് ഫാമിലീസിനെ കാണുന്നത്. ഇനി ഒരു ഫാമിലിയുടെ സ്ട്രക്ചറിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി ആൻഡ് എക്സ്റ്റെൻഡഡ് ഫാമിലി, രണ്ട് ടൈപ്പ് ഓഫ് ഫാമിലി പറയുന്നുണ്ട്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വൈഫും അവരുടെ ഹസ്ബൻഡും അവരുടെ കുട്ടികളും മാത്രമായിട്ടുള്ള ഒരു ഫാമിലിക്കാണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫ്, ഹസ്ബൻഡ്, അവരുടെ കുട്ടികള്, അവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അങ്കിൾ ഓർ ഓണ്ട്, നെഫ്യൂസ്, നീസ് ഇവരൊക്കെ ആയി താമസിക്കുന്ന ആ ഒരു വലിയ കുടുംബത്തിനെയാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫാമിലി വൈഫ്, ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫ്, ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ, ഗ്രാൻഡ് പാരന്റ്സ്, അതുപോലെ തന്നെ നെഫ്യൂസ്, ഓൺസ്, നീസ് അങ്ങനെ പറയുന്ന ആളുകളെല്ലാം വരുന്നതാണ് എക്സ്റ്റെൻഡഡ് ഫാമിലി. ഇനി ബേസിസ് ഓഫ് മാരേജിൽ 3 ടൈപ്സ് ഓഫ് ഫാമിലിയാണ് പറയുന്നത്. സിമ്പിൾ ആണ്. മോണോഗമസ് ഫാമിലി. മോണോഗമസ് ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു വൈഫ് ഉണ്ട്, അവരുടെ കുട്ടികൾ. ഈ ഒരു ഹസ്ബൻഡിന് ഒരു വൈഫ്, ഒരു വൈഫിന് ഒരു ഹസ്ബൻഡ്, ഈ ഒരു രീതിക്കാണ് മോണോഗമസ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ഒരു ഐഡിയൽ ഫാമിലി എന്നുള്ള രീതിയിൽ ആളുകൾ നോക്കിക്കാണുന്ന ഫാമിലി മോണോഗമസ് ഫാമിലിയാണ്. ഓക്കെ. ഇനി പോളിജിനസ് ഫാമിലിയാണ് അടുത്തത് പറയുന്നത്. അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും പ്രത്യേകിച്ച് മുസ്ലിം ഫാമിലീസിലാണ് ഈ പോളിജിനസ് ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഒരു ഹസ്ബൻഡിന് മോർ ദാൻ 1 വൈഫ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഒന്നെങ്കിൽ ഒരുമിച്ച് അവരുടെ കൂടെ താമസിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേറെ വേറെ വീടുകളിൽ താമസിക്കുക. എന്നിരുന്നാൽ പോലും ഒരു ഹസ്ബൻഡിന് ഒന്നിലധികം വൈഫ് ഉള്ളതിനെയാണ് നമ്മൾ പോളിജിനസ് ഫാമിലി എന്ന് പറയുന്നത്. അടുത്തതാണ് പോളിയാൻഡ്രസ് ഫാമിലി. ഇവിടെ ഒരു വൈഫിന് ഒത്തിരി ഹസ്ബൻഡ്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പോളിയാൻഡ്രസ് ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു വീട്ടിൽ തന്നെ ഒരു വൈഫിന്റെ ഡിഫറെന്റ് ഹസ്ബൻഡ്സിന് താമസിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ടേൺ അനുസരിച്ച് വ്യത്യസ്ത വീടുകളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് പോളിയാൻഡ്രസ് ഫാമിലി എന്ന് പറയുന്നത്. മോണോഗമസ് എന്ന് പറഞ്ഞാൽ ഒരു വൈഫിന് ഒരു ഹസ്ബൻഡ്, പോളിജിനസ് ഫാമിലിക്ക് ഒരു ഹസ്ബൻഡിന് ഒന്നിലധികം വൈഫ്, പോളിയാൻഡ്രസ് ഫാമിലിക്ക് ഒരു വൈഫിന് ഒന്നിലധികം ഹസ്ബൻഡ്സ്. ഇത്രയാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജെൻഡർ സോഷ്യലൈസേഷൻ വിത്തിൻ ഇന്ത്യൻ ഫാമിലീസ് ആണ്. ഇവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷൻ, റോൾ അലോക്കേഷൻ, ജെൻഡർ ബേസ്ഡ് ഹൈറാർക്കിൽ പ്ലേസ്മെന്റ്, ജെൻഡർ ബേസ്ഡ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ്. 4 പോയിന്റ്സ് പറയുന്നുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷൻ. മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷൻ ഒരു ഫാമിലിയിൽ തുടക്കം തൊട്ടേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കൂടുതലും ഗേൾസിന് കാണുന്നത് അൺവാണ്ടഡ് ആയിട്ടാണ് മിക്കവാറും ഫാമിലീസിൽ കാണുന്നത്. ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റം വെച്ചിട്ട് വളരെ മുൻപുള്ള കാലഘട്ടത്തിൽ തൊട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ്. ഇന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു പരിധി വരെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ മെയിൽ ഫീമെയിൽ ഡിഫറൻസിയേഷനിൽ പറയുന്നത് ചില സമയത്ത് ആദ്യമൊക്കെ പെൺകുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ അവരെ കൊല്ലാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിന് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇരട്ടിയാണ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ആൺകുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റോൾ അലോക്കേഷനിൽ വരുന്നത് ഇതും കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ കൺട്രോളിങ് സോഷ്യൽ ഫങ്ഷൻസ് ആണ്. സോഷ്യൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഡൊമിനിയറിംഗ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് മെയിലിനെ കാണുന്നത്. എന്നാൽ ഈ മെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ടാണ് വൈഫിനെ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീയെ കാണുന്നത്. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ചറിങ്, അതുപോലെ തന്നെ നല്ല വൈഫ് ആവുക, നല്ല ഡോട്ടർ ആവുക, നല്ല മദർ ആവുക, നല്ല ഗ്രാൻഡ് മദർ ആവുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇതാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള അലോക്കേഷൻ റോൾ എന്ന് പറയുന്നത്. അടുത്തത് ജെൻഡർ ബേസ്ഡ് ഹൈറാർക്കിയൽ പ്ലേസ്മെന്റ് ആണ്. ഹൈറാർക്കിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മുകളിൽ നിൽക്കുന്നത് ആണുങ്ങളാണ്, മെയിലാണ്. അവരാണ് സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മറ്റ് ആള് എന്ന് പറയുന്നത്, വൈഫ് എന്ന് പറയുന്നത് അവരുടെ താഴെയാണ് വരുന്നത്. വിഡോഹുഡ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്
സ്ത്രീകളാണ് കൂടുതലും ഹസ്ബൻഡ്സ് മരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അതേ സ്ഥാനത്ത് മെൻ ആണെന്നുണ്ടെങ്കിൽ അവർ മറ്റൊരു വിവാഹം കഴിക്കും. ഇങ്ങനെ വിവാഹം കഴിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഹൈറാർക്കിയിൽ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന സ്ഥാനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുരുഷന്മാരെക്കാളും പ്രായം കുറവാണ് സ്ത്രീകൾക്ക് വേണ്ടത്. വിവാഹത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും പ്രായം കുറവുള്ള സ്ത്രീകളെയാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഡോ ആയിട്ടുള്ള സ്ത്രീകൾ ആ രീതിയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. കാരണം അവിടെ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏജും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഹൈറാർക്കിൽ പ്ലേസ്മെന്റിൽ വരുന്നത്. ഹൈറാർക്കിയുടെ ടോപ്പിൽ വരുന്നത് മെന്നാണ്, അതിന്റെ താഴെ മാത്രമാണ് സ്ത്രീക്കുള്ള ഹൈറാർക്കിൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ജെൻഡർ ബേസ്ഡ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് ആണ് അടുത്തത് പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചധികം പോയിന്റ്സുകളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. ജെൻഡർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ വിത്തിൻ ഫാമിലി ഫ്രം ഏർലി ഡേയ്സ് ത്രൂ ദ റെക്കഗ്നീഷൻ ഓഫ് ദ സ്പെഷ്യൽ വാല്യൂ അക്കോർഡഡ് ടു ദ മെയിൽ ചിൽഡ്രൻ ഇൻ ദ ട്രഡീഷണൽ ഇന്ത്യൻ ഫാമിലി. പ്രത്യേകിച്ച് ഇന്ത്യൻ ഫാമിലിയിലാണ് കൂടുതലും മെയിലിന് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. എൽഡേഴ്സ് ബ്ലസ് യങ് ഗേൾസ് ആൻഡ് വിമൻ ബൈ വിഷിംഗ് ദം എ ലാർജ് നമ്പർ ഓഫ് സൺസ്. അപ്പോൾ കൂടുതൽ ആളുകളും സ്ത്രീകളെ വലിയ ആളുകൾ വിഷ് ചെയ്യുന്നത് എങ്ങനെയാ, നിങ്ങൾക്ക് നല്ല കുറച്ച് ആൺകുട്ടികൾ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അവരെ വിഷ് ചെയ്യുന്നത്. ഗേൾസ് ആർ മെയ്ഡ് ടു ബിലീവ് ദാറ്റ് ഹർ സ്റ്റേ അറ്റ് ഹർ നേറ്റൽ ഹോം ഇസ് ടെമ്പററി. ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങളുടെ വീടല്ല, നിനക്ക് മറ്റൊരു വീട്ടിലേക്കാണ് നിന്നെ കെട്ടിച്ചു കൊണ്ടുപോകാനുള്ളത് എന്നുള്ളത് ചെറുപ്പത്തിലെ അവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടെയാണ്. മാരേജ് ഇസ് റിഗാർഡഡ് ആസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ ഗേൾസ് ലൈഫ്. ഒരു സ്ത്രീയുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് കല്യാണത്തിനെ കാണുന്നത്. A large percentage of the parents expect all types of domestic work to be performed by girls, while boys are expected to do more outside work. വീടിനകത്തുള്ള ഡൊമസ്റ്റിക് വർക്ക്സ് മൊത്തം ഗേൾസിന്റെ ഡ്യൂട്ടിയും പുറത്തുള്ള എക്സ്റ്റേണൽ ഡ്യൂട്ടീസ് മൊത്തമാണ് ആണുങ്ങളുടേത് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അതിൽ ഒത്തിരി പോയിന്റ്സ് വരുന്നുണ്ട്, ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ അവയർനെസ് ആണ് ഓഫ് സെൻസ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ and one of the most obvious and important aspects of our self-concept. There are several factors which determine gender identity. എന്തൊക്കെയാണ് several factors എന്ന് പറയുന്നത്? അത് ജനറലി നോക്കുന്നത് ക്രോമസോമൽ സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഫാക്ടർ ഡസ് നോട്ട് നെസസറിലി മീൻ ദ ജെൻഡർ ഐഡന്റിറ്റി ഇസ് ഡിറ്റർമൈൻഡ് ബയോളജിക്കലി. എന്നാൽ ജെൻഡർ ഐഡന്റിറ്റി ബയോളജിക്കലി മാത്രമല്ല വരുന്നത്. People tend to be reared as either males or females. Gender identity is said to be influenced by both biological and psychosocial factors. അപ്പോൾ ബയോളജിക്കൽ മാത്രമല്ല, ബയോളജിക്കലും സൈക്കോസോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടെ നോക്കിയിട്ടാണ് ജെൻഡർ ഐഡന്റിറ്റിനെ തീരുമാനിക്കുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സെൻസ് ഓഫ് ബീങ് ഫീമെയിൽ ഓർ ബീങ് മെയിൽ ആണ്, ആൻഡ് ഇന്റേണലൈസിങ് ദ റോൾസ് ദ സൊസൈറ്റി അസ്ക്രൈബ്സ് ടു ജെൻഡർ. എന്നിട്ട് ആ ഒരു വാല്യൂസ് എന്താണ് ആണുങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി, പെണ്ണുങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് ഇന്റേണലൈസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് ബേസ്ഡ് പാർട്ട്ലി ഓൺ അനാറ്റമി, partly on the psychology of the individual and partly on culture and tradition. It is a social construct. അപ്പോൾ അതുകൊണ്ട് അനാറ്റമി, സൈക്കോളജി, അവരുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി, കൾച്ചറിനെയും ട്രഡീഷനെയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു രീതിയിലാണ് ജെൻഡറിനെ തീരുമാനിക്കുന്നത്. ഇത്രയുമാണ് ജെൻഡർ സോഷ്യലൈസേഷൻ വിത്തിൻ ഇന്ത്യൻ ഫാമിലീസിൽ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ആണ്.